നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. പറപ്പൂർ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് പാടം നികത്തിയതിനാൽ വെള്ളം ഒഴിഞ്ഞു പോകാത്തത് മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. പറപ്പൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ നഞ്ചഭൂമിയായ പാടം മണ്ണിട്ട് നികത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ 150ഓളം വീടുകളിൽ ഇതുമൂലം വെള്ളം കയറുകയും ആഴ്ചകളോളം വെള്ളം ഇറങ്ങാതെ നിൽക്കുന്ന സ്ഥിതിയുമുണ്ടായി. പാടം മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് വെള്ളം ഒഴിഞ്ഞു പോകാതായതോടെ പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുകയാണ്. ഇതു സംബന്ധിച്ച് പ്രദേശത്തെ 206 കുടുംബങ്ങൾ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി. 2020 പറപ്പൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ ഉള്ള അമലപ്പാടത്തുള്ള ചാലിത്തോട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം ആഴം കൂട്ടി സൈഡ് കെട്ടി സംരക്ഷിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചാലി പുത്തൻതോട് VCBയും നിർമ്മിച്ചു. ഈ സമയത്ത് ലഭിച്ച ടൺ കണക്കിന് മണ്ണ് പുത്തൻതോടിന് സമീപമുള്ള സ്ഥല ഉടമ സ്വകാര്യ വ്യക്തിയുടെ നഞ്ചഭൂമിയായ പാടം നികത്തുന്നതിനാണ് ഉപയോഗിച്ചതെന്ന് നാട്ടുകാർ പരാതിയിൽ പറയുന്നു. ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ 1 ഏക്കറിനടുത്ത് സ്ഥലം മണ്ണിട്ട് നികത്തുകയാണ് ഉണ്ടായതെന്നും ഈ മണ്ണ് നീക്കുകയോ സുരക്ഷിത സ്ഥലത്തേക്ക് നിക്ഷേപിക്കുകയോ ചെയ്യാതെ പാടം മണ്ണിട്ട് നികത്തുന്നതിന് അധികൃതർ കൂട്ടുനിൽക്കുകയാണ് ചെയ്തതെന്നും പ്രദേശവാസികൾ പരാതിയിൽ പറയുന്നു. അന്ന് തന്നെ കളക്ടർക്കും റവന്യൂ അധികൃതർക്കും പരാതി നൽകി പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉത്തരവ് കണക്കിലെടുക്കാതെ ഇയാൾ വീണ്ടും മണ്ണിട്ട് നികത്തുകയാണ് ചെയ്തതെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിൻ്റെ ആ റോഡുമ്മക്ക് പോണ ആ തോട് ഇവിടുന്നാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാടത്തുനിന്ന് അവിടുന്ന് വരുന്നുണ്ട്. പിന്നെ ഈ ചാലി വീതി കൂട്ടാനുള്ള ആവശ്യാർത്ഥം പിന്നെ ഈ പറമ്പിൽ കുറേ മണ്ണിട്ടു. ഈ പറമ്പ് കുറേ ഉയർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇവിടുന്നാണ്ട് വെള്ളം ഒഴുകി പോകാനുള്ളൊരു ഇതുമില്ല. ഇതാണ് ഇപ്പോൾ സംഗതി. നമ്മളെ കനാൽ ഇങ്ങനെ പോകുന്നത്. അവിടെയൊക്കെ റോഡുമാണ്, ഒന്നുമില്ല. 2021 മുമ്പ് മഴക്കാലമായി പുഴ നിറഞ്ഞു കവിഞ്ഞാൽ പുത്തൻതോട്ടിലൂടെ വെള്ളം അമലപ്പാടത്തേക്ക് ഒഴുകുകയും വെള്ളം കുറയുന്ന പക്ഷം തോട്ടിലൂടെ തിരിച്ചും പുഴയിലേക്ക് സുഗമമായി ഒഴുകിയിരുന്നു. എന്നാൽ പുത്തൻതോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാടം 2021 1 മീറ്റർ ഉയരത്തിൽ ഉയർത്തിയത് കാരണം പുത്തൻതോടിന് കിഴക്ക് ഭാഗത്തുള്ള 100ഓളം വീടുകളിൽ, എരുമപ്പുഴ ഭാഗത്തുള്ള 50ലേറെ വീടുകളിലും വെള്ളം കയറി ആഴ്ചകളോളം വെള്ളം ഇറങ്ങാതെ നിൽക്കുകയാണ് ഉണ്ടായത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നുണ്ടായ പ്രളയത്തിൽ ഈ പ്രശ്നം നേരിട്ട പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പറപ്പൂർ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, മറ്റു ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി, പ്രദേശവാസികൾ എന്നിവർ ചേർന്ന് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടതാണെന്നും നാട്ടുകാർ വില്ലേജ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അതിനാൽ തന്നെ അടിയന്തരമായി ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 206 കുടുംബങ്ങൾ ഒപ്പിട്ട നിവേദനം വില്ലേജ് ഓഫീസർക്ക് സമർപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കളക്ടർ, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി തുടങ്ങിയവർക്കും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.